ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു സൈലം SSC RRB. അപ്പൊ നമ്മൾ ഇന്ന് മിസ്റ്റർ ആൻഡ് അലിഗേഷനിലുള്ള ഒരു ചെറിയൊരു കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നും അല്ല, നമ്മുടെ റീപ്ലേസ്മെന്റ് കൺസെപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ മിക്സ്ചേഴ്സിൽ. അതായത് എന്തെങ്കിലും രണ്ട് എലമെന്റ്സ് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മിക്സ്ചറിൽ നമ്മൾ കുറച്ചെടുത്ത് റിമൂവ് ചെയ്തിട്ട് അതിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് മാത്രം വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് അത് ഒരുപാട് തവണയൊക്കെ ചെയ്യുന്ന സമയത്ത് ഫൈനൽ എത്രത്തോളം ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു പ്യുവർ എലമെന്റ് ആണെങ്കിൽ അതിൽ ഫൈനൽ എത്ര വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫൈനൽ റേഷ്യോ എത്ര, ഫൈനൽ ഫ്രാക്ഷൻ എത്ര എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് അതിന്റെ കൺസെപ്റ്റ് ഒന്ന് നോക്കാം. കൺസെപ്റ്റ് ഇൻ ദ സെൻസ് ആ ഒരു ഇക്വേഷൻ ഒന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ കയ്യിൽ പാലിന്റെയും വെള്ളത്തിന്റെയും ഒരു മിക്സ്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. പാലും വെള്ളവും, മിൽക്ക് ആൻഡ് വാട്ടർ കേട്ടോ. അപ്പം അല്ലെങ്കിൽ മിക്സ്ചർ വേണ്ട, നമുക്ക് ആദ്യം തന്നെ പ്യുവർ ആയിട്ടുള്ള ഒരു എലമെന്റ് എടുക്കാം, അതായത് പാല് മാത്രം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റീപ്ലേസ്മെന്റിൽ പ്യുവർ എലമെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്യുവർ എലമെന്റ് എന്നുള്ളത് കൊണ്ട് രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മിക്സ്ചർ അല്ലാതെ ഒരു എലമെന്റ് മാത്രം ഉള്ളത്. അപ്പൊ ഞാൻ ആ ഒരു ടേമിന്റെ ഡെഫിനിഷൻ അല്ല കേട്ടോ പറയുന്നത്. ഇനി അങ്ങോട്ട് പറയുമ്പം പ്യുവർ എലമെന്റ് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, റീപ്ലേസ് ചെയ്യപ്പെടാത്ത എലമെന്റ് ഏതാണോ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എലമെന്റ് വിച്ച് ഈസ് നോട്ട് റീപ്ലേസ്ഡ്, അതായത് നോട്ട് റീപ്ലേസ്ഡ്, അതായത് റിമൂവ് ചെയ്യുമ്പോൾ അത് കൂടെ പോകുന്നുണ്ട്, പക്ഷെ അതിന് പകരമായിട്ട് റീപ്ലേസ്മെന്റ് വരുന്നില്ല. അതിനെയാണ് പ്യുവർ എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ പ്യുവർ എലമെന്റ് മാത്രമല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പാല് മാത്രം, പാലും വെള്ളം അല്ല, വെറും പാല് മാത്രം അടങ്ങിയിട്ടുള്ള ഒരു പാത്രത്തിൽ പാല് മാത്രം ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് പാല് ഒഴിവാക്കുന്നു, എന്നിട്ട് വെള്ളം വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. കണ്ടോ, പാല് നമ്മൾ റീപ്ലേസ് ചെയ്യൂല, പകരം വെള്ളം വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് വീണ്ടും 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 ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാലിന്റെ ആ ഒരു കുറെ തവണ റീപ്ലേസ്മെന്റ് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു സൊല്യൂഷനിൽ പാലിന്റെ അളവ് എത്ര, ഫൈനൽ വാല്യൂ ഓഫ്, ഞാൻ ആ പാലിനെ വിളിക്കുന്നത് പ്യുവർ എലമെന്റ് എന്നാണ്, കാരണം ഇയാൾ എന്ത് ചെയ്യുന്നില്ല, റീപ്ലേസ് ചെയ്യപ്പെടുന്നില്ല. കാണാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫൈനൽ വാല്യൂ ഓഫ് പ്യുവർ എലമെന്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വാല്യൂ, ആ പാലാണെങ്കിൽ ഇനീഷ്യലി ടോട്ടൽ എത്ര പാലുണ്ടായിരുന്നു ഇൻറ്റു 1 മൈനസ് എഫ് എന്ന് ഞാൻ കൊടുക്കും. 1 മൈനസ് എഫ് ടു ദ പവർ n. അതിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? എത്രത്തോളം ഫ്രാക്ഷൻ ആണ് റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്തത്. ഫ്രാക്ഷൻ റിമൂവ്ഡ് ആൻഡ് റീപ്ലേസ്ഡ്. n എന്ന് പറയുന്നത് അത് ആ ഒരു പ്രോസസ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോസസ്സസ്, എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്തു. ഇത് രണ്ടും വെച്ചിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റിമൂവ് ആൻഡ് റീപ്ലേസ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അപ്പൊ ഒരു പാത്രത്തിലുള്ള എന്തെങ്കിലും ആവട്ടെ, മിക്സ്ചറോ അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റോ എന്തോ ആവട്ടെ, അത് റിമൂവ് ആൻഡ് റീപ്ലേസ്മെന്റ് ചെയ്തുമ്പോൾ നമ്മളിപ്പോൾ അതിൽ ആ പാത്രം നിറച്ചു ആ ഒരു ഇനീഷ്യലി എന്തുണ്ട്, ഒരു സാധനം ഉണ്ട്, സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കുറേ തവണ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താലും ഫൈനലും ആ സൊല്യൂഷന്റെ ടോട്ടൽ വാല്യൂ സെയിം ആയിരിക്കും. കാരണം റിമൂവ് ചെയ്യുന്ന അത്രയും വേറൊരു ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ വാല്യൂന് എന്ത് വരൂല, ഇതില് മാറ്റം വരില്ല എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, നമുക്ക് ആക്ച്വലി ഫൈനൽ വാല്യൂ മാത്രമല്ല, ഫൈനൽ ഫ്രാക്ഷൻ ആയിട്ടും ഇതേപോലെ കാണാൻ സാധിക്കും. ഫൈനൽ വാല്യൂ ഓഫ് പ്യുവർ എലമെന്റ് കാണുന്നതിന് പകരം ഫൈനൽ ഫ്രാക്ഷനും കാണാം. ഫൈനൽ ഫ്രാക്ഷൻ ഓഫ് പ്യുവർ എലമെന്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇനീഷ്യൽ ഫ്രാക്ഷൻ, ഇത് ഇനീഷ്യലി ഉണ്ടായിരുന്ന ഫ്രാക്ഷൻ ഫോമിൽ ഇത് നമുക്ക് റേഷ്യോ ഒക്കെ കാണുകയാണെങ്കിൽ ഈ ഫ്രാക്ഷന്റെ ഇക്വേഷൻ കൊടുക്കുന്നതാണ് എളുപ്പം. അപ്പൊ ഇനീഷ്യൽ ഫ്രാക്ഷൻ ബാക്കി സെയിം ആണേ, ആ ഒരു വാല്യൂ മാറി ഫ്രാക്ഷൻ ആവുന്നു, ഇൻറ്റു 1 മൈനസ് ഫ്രാക്ഷൻ റിമൂവ് ആൻഡ് റീപ്ലേസ് ടു ദ പവർ n. ഈ ഒരു ഇക്വേഷൻ രണ്ട് സ്ഥലത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ ഫ്രാക്ഷൻ ഓഫ് പ്യുവർ എലമെന്റ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഫ്രാക്ഷൻ ഇൻറ്റു 1 മൈനസ് എഫ് റൈസ് ടു n എന്ന് പറയുന്നത് നമുക്ക് റേഷ്യോ ഒക്കെ കാണാൻ, ഫൈനൽ റേഷ്യോ ഓഫ് ആ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ എത്ര ഭാഗമുണ്ട് റീപ്ലേസ് ചെയ്യപ്പെടാത്ത ഒബ്ജക്റ്റ് എന്നതൊക്കെ കാണാൻ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും.
അതേപോലെ തന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് യൂസ്ഫുൾ ആവും. അതായത് നമ്മൾ നേരത്തെ തന്ന ഇക്വേഷൻ ഫൈനൽ വാല്യൂ ഓഫ് പ്യുവർ എലമെന്റ് കാണാൻ നമുക്ക് ഈ ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നത് അത് പ്യുവർ ആയിട്ടുള്ള കണ്ടന്റിൽ മാത്രം. അപ്പം പാല് മാത്രം അടങ്ങിയ പാത്രത്തിൽ നിന്നും നമ്മൾ റിമൂവ് ആൻഡ് റീപ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ മാത്രമേ ഫൈനലി ഉള്ള പാലിന്റെ അളവ് നമുക്ക് ഡയറക്ട്ലി കാണാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് റിമൂവ് ആൻഡ് റീപ്ലേസ്മെന്റ് തുടങ്ങുന്നത് പാലും വെള്ളവും ചേർന്ന ഒരു സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് ഫൈനൽ വാല്യൂ ഓഫ് മിൽക്ക് ഡയറക്ട്ലി കാണാൻ പറ്റൂല. പകരം എന്ത് ചെയ്യാം, ഫൈനൽ ഫ്രാക്ഷൻ ഓഫ് ആ ഒരു റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യപ്പെടാത്ത ഒബ്ജക്റ്റ് ആയിട്ടുള്ള മിൽക്കിന്റെ ഫൈനൽ ഫ്രാക്ഷൻ കാണാനേ സാധിക്കുള്ളൂ. ഫൈനൽ ഫ്രാക്ഷൻ കണ്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ ആ ഒരു ഫ്രാക്ഷൻ എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി നമ്മളിപ്പം റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു ഫ്രാക്ഷൻ ഉണ്ടല്ലോ, അത് സെയിം ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതായത് ആദ്യം നമ്മൾ F1 ക്വാണ്ടിറ്റി ആണ് റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നത്, പിന്നെ F2, പിന്നെ F3, അങ്ങനെ ഓരോ തവണ നമ്മൾ ഓരോരോ ക്വാണ്ടിറ്റി അങ്ങനെ Fn വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യുന്ന ഫ്രാക്ഷന്റെ അളവ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും വന്നിരിക്കുന്ന നമ്മുടെ സക്സസീവ് പെർസെൻറ്റേജിന്റെ അല്ലെങ്കിൽ സക്സസീവ് ഫ്രാക്ഷന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ അത് റിപ്പീറ്റഡ്ലി ഒരേ സംഭവം തന്നെ ആകുമ്പോൾ നമ്മൾ n പവർ കൊടുക്കുന്നേ ഉള്ളൂ, ബാക്കി സെയിം ആണ്. ശരിക്കും ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സക്സസീവ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ചേഞ്ചിന്റെ ഇക്വേഷൻ ആണ്. ഇപ്പൊ നോക്കിക്കേ, ഫൈനൽ ഫ്രാക്ഷൻ ഓഫ് പ്യുവർ എലമെന്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫ്രാക്ഷൻ ഇൻറ്റു ആദ്യത്തെ ചേഞ്ച് F1 റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ F1 സക്സസീവ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു എന്നുള്ളത് എടുത്താൽ മതി. 1 മൈനസ് F1 ഇൻറ്റു അടുത്തത് 1 മൈനസ് F2 ഇൻറ്റു 1 മൈനസ് F3 എക്സെട്ര അപ് ടു 1 മൈനസ് Fn വരെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇക്വേഷൻ ആയിട്ട് ഇതിൽ പഠിക്കാനുള്ളൂ. ബാക്കി നമ്മൾ ആ ഒരു ലോജിക്കലി നമുക്ക് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രം എ 64 ലിറ്റർ കണ്ടെയ്നർ ഓഫ് പ്യുവർ മിൽക്ക് 8 ലിറ്റേഴ്സ് ആർ റിമൂവ്ഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ വാട്ടർ. കണ്ടോ, പ്യുവർ ആയിട്ടുള്ള മിൽക്ക് മാത്രമാണ്, മിക്സ്ചർ അല്ല, മിൽക്ക് മാത്രം അടങ്ങിയിരിക്കുന്ന 64 ലിറ്റർ അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നറിൽ നിന്നും 8 ലിറ്റർ നമ്മൾ റിമൂവ് ചെയ്ത് വെള്ളം വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് എ ടോട്ടൽ ഓഫ് 3 ടൈംസ്. വാട്ട് ഈസ് ദ ഫൈനൽ ക്വാണ്ടിറ്റി ഓഫ്, ഇവിടെ വാല്യൂ ആണ് ചോദിക്കുന്നത്, ഫൈനൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് റിമൈനിങ് ഇൻ ദ കണ്ടെയ്നർ. അതായത് റീപ്ലേസ് ചെയ്യപ്പെടാത്ത പ്യുവർ എലമെന്റിന്റെ ഫൈനൽ വാല്യൂ എത്ര. എങ്ങനെ കാണാം, ഇനീഷ്യൽ വാല്യൂ നമുക്കറിയാം 64 ലിറ്റർ ഇൻറ്റു 1 മൈനസ് റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യുന്ന ഫ്രാക്ഷൻ ആണ് കൊടുക്കേണ്ടത്. ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ എത്ര ഭാഗം റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യുന്നു, 8/64 ഇൻറ്റു ഈ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രോസസ് എത്ര തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, ടോട്ടൽ ഓഫ് 3 ടൈംസ്, എന്നിന്റെ വാല്യൂ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 64 ഇൻറ്റു 8/64 8 തവണ 1 മൈനസ് 1/8 എന്ന് പറയുമ്പോൾ 7/8 ആയല്ലേ, 7/8 ഹോൾ ക്യൂബ്. 64 ഇൻറ്റു 7ന്റെ ക്യൂബ് 343/8ന്റെ ക്യൂബ് 512 ആണ്. 64 512 8 തവണ പോവും. 343/8 4 8 32 23 2 8 16 42.88 ലിറ്റർ ആണ്. കണ്ടോ, 64 ലിറ്റർ ഉണ്ടായിരുന്ന 64 ലിറ്റർ പാല് മാത്രം ഉണ്ടായിരുന്നതിൽ നമ്മൾ റിമൂവ് ചെയ്ത് വെള്ളം വെച്ച് ഡൈല്യൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് അവസാനം ടോട്ടൽ 64 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷെ അതിൽ പാലിന്റെ അളവ് എത്രയേ വരുന്നുള്ളൂ, 42.88 ലിറ്റർ ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 100 liter container of pure milk undergoes a 10 liter removal and 10 liter water replacement process repeated 3 times. Approximately how much original milk remains? നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലെ, സെയിം ടൈപ്പ് ആണ്. പ്യുവർ മിൽക്കിലാണ് നമുക്ക് റിമൂവ് ആൻഡ് റീപ്ലേസ്മെന്റ് വരുന്നത്. ഒരേ വാല്യൂ തന്നെയാണ്, ഫ്രാക്ഷൻ സെയിം ആണ്. 10 ലിറ്റർ റിമൂവ് ചെയ്ത് അത് തന്നെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്, വെള്ളം വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈനലി നമുക്ക് ആ മിൽക്ക് എത്ര ബാക്കി ഉണ്ടാവും.
ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് ഓഫ് ഒറിജിനൽ മിൽക്ക് റിമൈൻസ്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് കമന്റിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്നുള്ളത് കമന്റിൽ പറയാം. ഞാൻ നമ്പർ ഇടാം, ഇതിൽ 1 നമുക്ക് നമ്പർ ഇടാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറയണേ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A bartender has 90 liters of a solution with a sugar and soda in the ratio 7:2. If 18 liters of the solution are replaced with the soda, what is the new ratio? കണ്ടോ, ഇവിടെ നമുക്ക് ഇനീഷ്യൽ റേഷ്യോ തന്നിട്ടുണ്ട്. ശരിക്കും പുതിയ റേഷ്യോ കാണാൻ നമുക്ക് ഇത് വേണ്ട, അതായത് 90 ലിറ്റേഴ്സിന് വെച്ചിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. പക്ഷെ ഇയാൾ വേറൊരു കാര്യത്തിന് ആവശ്യമുണ്ട്. കാരണം നമുക്ക് റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യുന്ന ഫ്രാക്ഷൻ കാണാൻ ടോട്ടൽ ക്വാണ്ടിറ്റി വേണം. അപ്പൊ നമുക്ക് ഫൈനൽ ഫ്രാക്ഷനാ കാണാൻ പറ്റും ഇവിടെ, അല്ലെ? അതായത് ഇതൊരു പ്യുവർ എലമെന്റ് അല്ല, പ്യുവർ ആയിട്ടുള്ള എലമെന്റ് അല്ല, പഞ്ചസാരയും സോഡയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. ഇതിലെ പ്യുവർ എലമെന്റ് ആരാണെന്ന് കണ്ടുപിടിക്കുക. പ്യുവർ എലമെന്റ് ഇൻ ദ സെൻസ്, അതായത് റീപ്ലേസ് ചെയ്യപ്പെടാത്ത ഒബ്ജക്റ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനെയാണ് ഞാൻ പ്യുവർ എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സൊല്യൂഷൻ ആർ റീപ്ലേസ്ഡ് വിത്ത് സോഡ എന്ന് പറയുന്നുണ്ട്. സോഡ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. റീപ്ലേസ് ചെയ്യപ്പെടാത്ത ഒബ്ജക്റ്റ് ഏതാണ്? ഷുഗർ. ഇവിടുത്തെ പ്യുവർ എലമെന്റിനെ നമുക്ക് ഷുഗർ ആണെന്ന് പറയാം. പ്യുവർ എലമെന്റ് ഷുഗർ. അതിന്റെ ഫ്രാക്ഷൻ എന്താ വരുന്നത്? ഷുഗറിന്റെ ഫ്രാക്ഷന് 7:2 റേഷ്യോയിലാണ് ഷുഗറും സോഡയും ഉള്ളത്. അതായത് ടോട്ടൽ 9 ആണെങ്കിൽ അതിൽ 7 എന്താണ്? ഷുഗർ ആണ്. 7/9 ആണ് ഈ പ്യുവർ എലമെന്റിന്റെ ഇനീഷ്യൽ ഫ്രാക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. ഇനി റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യുന്ന ഫ്രാക്ഷൻ F is equal to 18 ലിറ്റർ ആണല്ലേ. ടോട്ടൽ 90 ലിറ്ററിൽ 18 ലിറ്റർ, അതായത് 18/90. 18/90 നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 1/5 എന്ന് കൊടുക്കാം. എത്ര തവണ എന്ന് ഇവിടെ പറയുന്നില്ല. ഇവിടെ ഒരു തവണ റീപ്ലേസ് ചെയ്യുന്ന കേസ് മാത്രല്ലേ പറയുന്നുള്ളൂ. ഒറ്റ തവണ റീപ്ലേസ് ചെയ്യുന്ന കേസ് അല്ലേ പറയുന്നുള്ളൂ, അല്ലേ? അപ്പൊ നമുക്ക് ഒരു തവണ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറ്റുക? ഫൈനൽ ഫ്രാക്ഷൻ ഓഫ് ആ പ്യുവർ എലമെന്റ്. ഫൈനൽ ഫ്രാക്ഷൻ ഓഫ് പ്യുവർ എലമെന്റ് എന്ന് പറയുന്നത് ഷുഗർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ ഫ്രാക്ഷൻ ഓഫ് ഷുഗർ 7/9 ഇൻറ്റു 1 മൈനസ് റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്ത പോർഷൻ 1/5. 7/9 ഇൻറ്റു 4/5 ആണ്, അല്ലേ? അതായത് 28/45. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഡയറക്ട്ലി കിട്ടുന്നത് റേഷ്യോ അല്ല കേട്ടോ. നമുക്കിവിടെ ഡയറക്ട്ലി സോൾവ് ചെയ്ത് കിട്ടുന്നത് റേഷ്യോ അല്ല. പകരം എന്താണ്? ഈ ഷുഗർ ലാസ്റ്റ്ലി അതില് ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ എത്ര ഭാഗം ഷുഗർ ഉണ്ട്. പക്ഷെ നമുക്ക് കാണേണ്ടത് എന്താ? പുതിയ റേഷ്യോ, അതായത് ഷുഗർ ടു സോഡയുടെ റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഷുഗർ 28. അതായത് ടോട്ടൽ 45ൽ 28 ഷുഗർ ആണെങ്കിൽ ബാക്കി വരുന്നത് സോഡയായിരിക്കണം, അല്ലേ? ബാക്കി എന്ന് പറയുമ്പോൾ ബാലൻസ് എത്ര വേണ്ടത്? ബാലൻസ് നമുക്ക് വേണ്ടത് 28ല് ബാക്കി 17 അല്ലേ? സോഡ വേണ്ടത് 17. അതായത് 28:17 ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയാം. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ക്ലിയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫ്രം എ കാസ്ക് ഓഫ് മിൽക്ക് കണ്ടെയ്നിങ് 64 liters, 8 liters are drawn out and the cask is filled up with the water. The same process is repeated a second time, then a third time. What will be the proportion of milk to water in the resulting mixture? ഇവിടെ ആക്ച്വലി പ്യുവർ ആയിട്ടുള്ള ഒരു സാധനം, അതായത് റീപ്ലേസ് ചെയ്യപ്പെടാത്തതെന്നല്ല, ആദ്യമുള്ള സൊല്യൂഷൻ എന്താണ്? ഒരു സാധനം മാത്രം അടങ്ങിയത്, അല്ലെ? ഒരു എലമെന്റ് മാത്രം അടങ്ങിയത്, മിൽക്ക് മാത്രം അടങ്ങിയിട്ടുള്ള 64 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. അതിൽ നമ്മൾ 8 ലിറ്റർ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്തിട്ട് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു? വെള്ളം വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും ടോട്ടൽ 3 തവണ ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ റേഷ്യോ കാണണം. വാട്ട് വിൽ ബി ദ പ്രൊപ്പോർഷൻ ഓഫ് മിൽക്ക് ടു വാട്ടർ ഇൻ ദ റിസൾട്ടിങ് മിക്സ്ചർ? നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്ന മിൽക്കാണ് എന്ത്? പ്യുവർ എലമെന്റ് അല്ലെ? റീപ്ലേസ് ചെയ്യപ്പെടാത്തത്. റീപ്ലേസ് ചെയ്യുന്നത് വെള്ളം വെച്ചിട്ടാണ്, റീപ്ലേസ് ചെയ്യപ്പെടാത്തത് മിൽക്കാണ്.
അപ്പൊ ഇനീഷ്യലി മിൽക്കിന്റെ റേഷ്യോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എങ്ങനെയാ പറയാ? ടോട്ടൽ 64 ലിറ്ററിൽ 64 ലിറ്ററും എന്താണ്? മിൽക്ക് ആയിരുന്നു അല്ലേ? അതായത് 1/1 അല്ലെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ വൈസ് 1 പറയാം. ഇനീഷ്യൽ ഫ്രാക്ഷൻ 1 ഇൻറ്റു 1 മൈനസ് റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യുന്ന പോർഷൻ, റിമൂവ് ചെയ്യുന്നത് 8 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ 64 ഇൻറ്റു 8/64 റൈസ് ടു എത്ര തവണ? 3 തവണ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ഫൈനൽ ഫ്രാക്ഷൻ ഓഫ് മിൽക്ക് ആണ് നമ്മൾ പറയുന്നത്. ഫൈനൽ ഫ്രാക്ഷൻ ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് 1 മൈനസ് 8/64 എന്ന് പറയുമ്പോൾ 8 ആണ്. 8 മൈനസ് 1 7/8 ദ ഹോൾ ക്യൂബ് വരും അല്ലേ? അതായത് 343/512 എന്ന് പറയുമ്പോൾ ഫൈനൽ സൊല്യൂഷൻ ടോട്ടൽ 512 ആണെങ്കിൽ അതിൽ 343 എന്താണ്? മിൽക്ക് ആണ്. നമുക്ക് വേണ്ടത് എന്താ? വാട്ട് വിൽ ബി ദ പ്രൊപ്പോർഷൻ ഓഫ് മിൽക്ക് ടു വാട്ടർ? മിൽക്ക് ടു വാട്ടറിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 512 343 മിൽക്ക് എന്ന് പറയുമ്പോൾ വെള്ളം എത്ര വേണം? 512 മൈനസ് 343, ദാറ്റ് ഈസ് ഈക്വൽ ടു 169. 343:169 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാം. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കണ്ടെയ്നർ ഹാസ് 100 liters of a mixture of acid and water in the ratio 3:2. 10% of the mixture is taken out and replaced with water. This operation is repeated once more. What is the final percentage of acid in the mixture? കണ്ടെയ്നറിൽ ടോട്ടലി 100 ലിറ്റർ ഓഫ് മിക്സർ ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ആണ് ഉണ്ടായിരുന്നത്. റേഷ്യോ 3:2 ആണ്. അപ്പൊ നമുക്ക് റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യുന്നത് പെർസെന്റേജിലാണ് തന്നിരിക്കുന്നത്. ഫ്രാക്ഷനിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ? 10% ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്താൽ 1/10. റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യുന്ന ഫ്രാക്ഷന് 1/10 ആണ്. അത് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ 2 തവണ ചെയ്യുന്നുണ്ട്. ഫൈനൽ പെർസെന്റേജ് ഓഫ് ആസിഡ് ഇൻ ദ മിക്സ്ചർ ആണ്. നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യുന്നത് വെള്ളം വെച്ചിട്ടല്ലേ? അപ്പൊ നമുക്ക് ആസിഡിന്റെ ഫൈനൽ ഫ്രാക്ഷൻ കാണാലോ. ഫൈനൽ ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു 100 കൊടുത്താൽ മതി. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ ഇനീഷ്യൽ ഫ്രാക്ഷൻ ഓഫ് ആസിഡ് പറയുമ്പോൾ റേഷ്യോ 3:2. ടോട്ടൽ 5 ആണെങ്കിൽ അതിൽ 3 ആസിഡ് ആണ്. അപ്പൊ 3/5 കൊടുക്കാം. 3/5 ഇൻറ്റു 1 മൈനസ് റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യുന്ന പോർഷൻ 1/10 ടു ദ പവർ 2 തവണയാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത്. 3/5 ഇൻറ്റു 1 മൈനസ് 1/10 എന്ന് പറയുമ്പോൾ 9/10 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ 81/100. ദാറ്റ് ഈസ് ഈക്വൽ ടു 243/500 വരും അല്ലെ? അതാണ് ഫ്രാക്ഷൻ വൈസ്. ഫൈനൽ ഫ്രാക്ഷൻ ഓഫ് ആസിഡ് ടോട്ടൽ 500 ആണ് ടോട്ടൽ സൊല്യൂഷൻ ഉള്ളതെങ്കിൽ അതിൽ 243 ആസിഡ് ആണ്. പെർസെന്റേജ് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 243/500 ഇൻറ്റു 100 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 48.6%. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ. A 45 liter mixture of petrol and kerosene is in the ratio 5:4. Some of it is removed and replaced with pure petrol. The final ratio becomes 7:4. How much of the mixture was replaced? ആ റീപ്ലേസ് ചെയ്ത വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ഇവിടെ നമുക്ക് ഇനീഷ്യൽ ടോട്ടൽ മിക്സറിന്റെ ക്വാണ്ടിറ്റി അറിയാം. അതിൽ പെട്രോൾ ആൻഡ് കെറോസിന്റെ റേഷ്യോ അറിയാം. റിമൂവ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുന്നത് പെട്രോൾ വെച്ചിട്ടാണ് അല്ലേ? പെട്രോൾ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആരെ നോക്കാം? കെറോസിനെ നോക്കാം. കെറോസിന്റെ ഫൈനൽ ഫ്രാക്ഷനിലോട്ട് വരുന്നത് ഇനീഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെയാണ്? 5:4 എന്ന് പറയുമ്പോൾ കെറോസിൻ 4 ആണ്, ടോട്ടൽ 9 ഇൻറ്റു 1 മൈനസ് റിമൂവ് ചെയ്യുന്ന ആളുടെ അളവ് എനിക്കറിയില്ല, ഞാൻ എക്സ് എന്ന് കൊടുത്തു, ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി 45. ഇതാണ് റിമൂവ് ആൻഡ് റീപ്ലേസ് ചെയ്യുന്ന ഫ്രാക്ഷൻ. ഒരു തവണയാണ് ചെയ്യുന്നത്. ഫൈനൽ വാല്യൂലോട്ട് വരുമ്പോൾ നമുക്ക് കെറോസിൻ 4ഉം പെട്രോള് 7ഉം, അതായത് 4 ബൈ ടോട്ടൽ 11 ആയിട്ട് മാറുന്നുണ്ട്. 4 and 4 നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അതായത് 1 മൈനസ് എക്സ് ബൈ 45 ഈസ് ഈക്വൽ ടു 9/11.
11 വന്നു അല്ലേ, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ. x/45 ഈസ് ഈക്വൽ ടു 1 മൈനസ് 9/11 എന്ന് പറയുമ്പം 2/11 ആണല്ലോ. 2/11 അല്ലേ. അതായത് എക്സിന്റെ വാല്യൂ എന്താ വരുന്നത്? x ഇസ് ഈക്വൽ ടു 45 × 2 90/11. x ഇസ് ഈക്വൽ ടു 90/11 എന്ന് പറയുമ്പോൾ 8.1818 എക്സെട്ര ആണ്. അപ്രോക്സിമേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ ഓപ്ഷൻ നോക്കുമ്പോൾ 8.2 ലിറ്റർ വരുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഇതിലോട്ട് കൊണ്ടുവരട്ടെ. 8.2 ലിറ്റേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇതേ ലോജിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ നിങ്ങൾക്കത് ഹോംവർക്ക് ആയിട്ട് രണ്ടാമത്തെ, ആദ്യം ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് മാത്രമല്ല ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യുന്ന ആ ഒരു വാല്യൂ എത്ര എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അടുത്തത് ഇതേപോലെ നമുക്ക് ഇനീഷ്യൽ റേഷ്യോ തന്നിട്ടുണ്ട്, അതിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഡ്രോൺ ഓഫ് ചെയ്തിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന വാല്യൂ തന്നിട്ടുണ്ട്. ഇനീഷ്യലി ഉണ്ടായിരുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പൈനാപ്പിൾ ജ്യൂസ്, സോറി ടോട്ടൽ ക്വാണ്ടിറ്റി അല്ല, പൈനാപ്പിൾ ജ്യൂസ്, ഗ്രേപ്സ് ജ്യൂസ് ടു പൈനാപ്പിൾ ജ്യൂസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അതിൽ പൈനാപ്പിൾ ജ്യൂസ് എത്ര ഉണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെറിയൊരു ട്രിക്കി ആയിട്ട് മേ ബി ഫീൽ ചെയ്യാം, എന്നാലും ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ഞാൻ അതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ ചെയ്യാം. ഇതിൽ നിങ്ങളൊന്ന് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് എന്ത് ചെയ്യുക, കമന്റിൽ പറയാം. ഞാനിത് ക്വസ്റ്റ്യൻ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു ഷോർട്സ് ആയിട്ട് വേറെ സെപ്പറേറ്റ് ചെയ്യാൻ ചെയ്തു തരുന്നതാണ് കേട്ടോ. ആൻഡ് മൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ കാര്യം മക്കളെ, നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 2 ബാച്ചസ് ഞാൻ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വേറൊന്നുമല്ല, ഒന്നാമത്തെ നമ്മുടെ SSC ഫൗണ്ടേഷൻ ബാച്ച്, വരാനിരിക്കുന്ന SSC എക്സാംസ്, അതായത് ഈ വർഷമല്ല അടുത്ത വർഷം 2027 നടക്കാനിരിക്കുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ താല്പര്യമുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള SSC ആസ്പിറൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചാണ് SSC ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത്. പ്യുവർലി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് അടുത്ത വർഷം ഡിഗ്രി പാസ്സാവുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ള പാസ്സായിട്ടുള്ള കുട്ടികൾ, അങ്ങനെ ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്യുവർ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബാച്ചാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ജൂലൈ 24 ഇൻ കേസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. നമ്പർ ഞാൻ ഒന്നുകൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്, 8714418777. അതേപോലെ ഒരു ബാച്ചും കൂടെ, അതായത് നമ്മുടെ CA ഫോക്കസ് ബാച്ച് 2.0. ഓൾറെഡി CA ഫോക്കസ് ബാച്ച് നമ്മൾ കഴിഞ്ഞ ബാച്ച് നല്ല സക്സസീവ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം കറണ്ട് അഫേഴ്സ് എന്താണ്, ഒരു ബാച്ച് തന്നെ നമുക്ക് ഈവൻ റെക്കോർഡ് ക്ലാസ് പോലും കൊടുക്കാൻ പറ്റൂല, കാരണം കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ രണ്ടാമതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ് CA ഫോക്കസ് ബാച്ച് 2.0 എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് നല്ല ഡെപ്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമല്ല, ഏതൊരു ആസ്പിറൻസിനും ഓഫ് കോഴ്സ് യൂസ്ഫുൾ ആവുന്ന ഒരു ബാച്ചാണ്. ജൂലൈ 25 നമ്മുടെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ കേസ് താല്പര്യമുള്ളവർക്ക് അതിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസറും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് അതിന്റെ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിലും കമന്റിൽ പറയാൻ മടിക്കരുത്. അതേപോലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏതെങ്കിലും വീഡിയോ സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലേക്ക് രേഖപ്പെടുത്തണം. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, കമന്റിൽ പറയാം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.